അപ്പം വെൽക്കം ടു പാർട്ട് 2. നമ്മള് വെറും ഒരു ആധാർ കാർഡ് മാത്രം വെച്ചിട്ട് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്ത് 2019 ഇവിടെ ഫുള്ള് എല്ലാരും കട്ട് തറ അങ്ങനെ കട്ട്. അപ്പം വെൽക്കം ടു പാർട്ട് 2. നമ്മളങ്ങനെ നേപ്പാളിലേക്കാണ് പോകുന്നത്. ഇന്നിപ്പം ഗോരഖ്പൂരാണുള്ളത്. ഗോരഖ്പൂരിന്ന് സൊനാലി ബോർഡറിലേക്ക് പോണം. അവിടുന്ന് പൊക്കാരയിലേക്കാണ് നമ്മള് പോകുന്നത്. ഇതിപ്പോ നമ്മള് ഗോരഖ്പൂരിന്ന് റൂം ചെക്ക് ഔട്ട് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. 1 മണിയായി. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയാ ഫുള്ളും മഞ്ഞും കോടയൊക്കെ ആയിട്ട്. ഉപ്പുണ്ടെന്നല്ലോ കുറച്ച് ഇതില്ല നമുക്ക് ഓക്കെ ഓക്കെ നമ്മളത് ആ ബോർഡറിലെത്തി, സൊനാലി ബോർഡറിലെത്തി. ബാഗൊക്കെ എടുക്കുകയാണ്. ഇതാണ് സൊനാലി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് മുമ്പിൽ തന്നെയാണ് ബോർഡർ. ഇനി നമുക്ക് ഇവിടുന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് കയ്യിൽ വെക്കണം. നമ്മളിപ്പോ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട്, അതായത് ഇന്ത്യൻ മണി വിഡ്രോ ചെയ്യാൻ വേണ്ടിട്ട് ബാങ്കിൽ വന്നിട്ടില്ല. സൊനാലി ബോർഡറിൽ തന്നെ ഇല്ല ഒരു SBIന്റെ ബ്രാഞ്ചാണ് ഇത്. പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ ഗോരഖ്പൂരിൽ നിന്ന് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് വരാൻ നോക്കാം. ഇവിടെ ഫുള്ളും ATMലൊന്നും ക്യാഷ് ഇല്ല. ഇവിടെ ഉണ്ടാവും ഇല്ലോന്ന് അറിയില്ല, നമുക്ക് നോക്കണം. എന്തായാലും ചങ്ങായിമാർ പോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട്. ക്യൂ നിന്നോണ്ടിരിക്കാണ്. ഉണ്ടാവും വിചാരിക്കും. അങ്ങനെ നമുക്ക് ഇന്ത്യൻ മണി കിട്ടി. ഇനി ഇത് ബോർഡർ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. നേപ്പാളി കറൻസിയിലേക്ക് ആക്കണം നമുക്ക്. ഇത് നമ്മളിപ്പം ഇന്ത്യ നേപ്പാൾ ബോർഡർ എത്താൻ വേണ്ടി പോകുന്നത്. ഇത് ഇന്ത്യന്റെ ബോർഡർ ആണ്. ഇത് കടന്നിട്ട് വേണം നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിട്ട്. ആധാർ കാർഡ്, ID കാർഡ് മാത്രം മതി. ഇവിടെയാണ് ചെക്കിങ്. ഇപ്പൊ നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോയത്. നമ്മളിതാ ഇന്ത്യ വിട്ടു, അതാണ് ഇന്ത്യ. ഇത് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോയാണ്. നമ്മള് വെറും ഒരു ആധാർ കാർഡ് മാത്രം വെച്ചിട്ട് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്ത്. ഇത് ആ ഇന്ത്യ കാണുന്നത് ഇന്ത്യ ബോർഡറും ഇത് നേപ്പാൾ ബോർഡറും ആണ്. നമ്മളിപ്പോ ഇല്ലത് കറന്റ്ലി നമ്മളിപ്പോ ഉള്ളത് നേപ്പാളിലാണ്. ഇനി നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം. അതായത് ഇന്ത്യൻ മണി നമുക്ക് നേപ്പാളി കറൻസിയിലേക്ക് ആക്കണം. നമ്മളിപ്പോ നമ്മൾ ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ആക്കിയപ്പോ നേപ്പാളി കറൻസി വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇന്ത്യൻ മണി ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ആക്കാണ്ട് ബോർഡർ കടന്നിട്ട് നേപ്പാളിന് എക്സ്ചേഞ്ച് ആക്കാം. ഇന്ത്യയിൽ എക്സ്ചേഞ്ച് ആക്കുമ്പോൾ നമുക്ക് സർവീസ് ചാർജ് പറഞ്ഞിട്ട് ഓരോ 300-400 റുപ്പീസ് എക്സ്ട്രാ എടുക്കും. നേപ്പാളാകുമ്പോൾ സർവീസ് ചാർജ് ഇല്ല. അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ഇപ്പൊ ഇവിടെ 100 റുപ്പീസ് വരുമ്പോ 160 നേപ്പാളീസാ വരാം. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് പൊക്കാരയിലേക്ക് ഫസ്റ്റ് പോകും. ആണ് നേപ്പാളി കറൻസീസ് വരുന്നത്. അപ്പൊ നമ്മളിതാ നേപ്പാൾ ബോർഡറിന് പൊക്കാരയിലേക്ക് വണ്ടി കയറാൻ വേണ്ടി പോയെന്ന്. ഈ വണ്ടിയിലാട്ടോ നമ്മള് പൊക്കാരയിലേക്ക് പോകുന്ന. നമ്മളെ വണ്ടി ഇതാ വണ്ടി കിട്ടില്ല. വണ്ടി 2019 ഓൾട്ടോ ഡോക്ടർ നാടുണ്ട്. അല്ല ഡോർ അടഞ്ഞിട്ടില്ലാടാ, ഡോർ അടഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നമ്മളെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളെ ഉമേഷ് ഭായ് ചലേഗ അതൊക്കെ അറിയാം. പോകുന്നുണ്ട് ഇങ്ങനെ. ഇതാണിപ്പോ നമ്മ പോകുന്ന റൂട്ട്. ഫുൾ ഇതെങ്ങനെ ഇവനെ ഓടിക്കുന്നെന്ന് മനസ്സിലായില്ല. മുന്നിലൊന്നും കാണുന്നില്ല. ഫുൾ ചുരാണ്. അപ്പുറം ഇപ്പുറം ഫുള്ളും കൊക്ക. കറക്കി അങ്ങോട്ട് എടുക്ക. ഇപ്പൊ ഇവിടെ ഇതാ പോർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മച്ചന്മാര് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുകയാണ്. ഇപ്പൊ നമ്മള് പൊക്കാര ടൗണിലെത്തി. ലേക്ക് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തി.
ഇതാ ഫുള്ള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഫുള്ള് റോഡ് ഫുള്ള് ആൾക്കാരട്ടോ. ഓ ട്രാഫിക്. ഗായ്സ് നമ്മളിതിപ്പോ പൊക്കാരയിലെത്തി. പൊക്കാരയിൽ ലേക്ക് സൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഇതിപ്പോ ന്യൂ ഇയർ പ്രമാണിച്ച് ഫുള്ളും തിരക്കും കാര്യങ്ങളും കേട്ടോ. നമ്മള് വന്ന വണ്ടിയാണ് മുത്ത ഹൈലൈറ്റ്. നമ്മൾ ചില്ലറ വണ്ടിയിലൊന്നല്ല. എത്ര 30 ലക്ഷം ഉറുപ്പിന്റെ വണ്ടിയാണിത്. നാട്ടിലെ 18 ലക്ഷം വില വരുന്ന വണ്ടിയാണിത്. ठीक है भाई मिलेगा भाई. ഹാപ്പി ന്യൂ ഇയർ. എന്നാലും 30 ലക്ഷം ഉറുപ്പിന്റെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. നീ ഇവിടുന്ന് നമ്മ ഇനി റൂം തപ്പണം. മൂട്ടിന്റെ തണുപ്പ്. ഇതാണിപ്പോ പൊക്കാര ലേക്ക് സൈഡിന്റെ അവസ്ഥ. ഫുൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഫുൾ കട്ടാട്ടോ ആൾക്കാര്. ട്രെയിനിലാക്കി കളിക്കുന്നുണ്ട്. ഇവിടെ കൊറേ ഇനി 1 മണിക്കൂറുണ്ട് 12 മണി ആവാൻ വേണ്ടിട്ട്. ഇപ്പൊ തന്നെ ഇവിടെ ഫുള്ളും പാക്കഡ് ആണ്. ഇവിടെ ഫുൾ പാട്ടും കാര്യങ്ങളും. ഫുൾ ഒച്ചപ്പാടാണ്. ഇവിടെ ഫുള്ള് എല്ലാരും കട്ട് തരണം. അങ്ങനെ കട്ട് ഒന്നിനും ബോധം തരുന്ന സാധ്യതയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്ക. എന്തെല്ലാം പോകുന്നുണ്ട്. നമ്മളിപ്പോ എവിടെ എത്തിയ പെട്ട് ഗൈസ്. മുന്നിലും പോകാൻ പറ്റില്ല, ബാക്കിലും പോകാൻ പറ്റില്ല. ഗൈസ് ഇതെന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? പന്നി. ശരി എന്തോ ഭാഗ്യത്തിന് കേട്ടാ ചെറുതല്ലോ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. ഫുള്ളും തിക്കും ചാനവും ഫുള്ളും ഉന്തലും. ഗൈസ് ഇപ്പൊ വെളുപ്പിന് 3 മണിയായി. ഇവിടെ ഷോപ്പൊക്കെ ഇപ്പൊ പൂട്ടി വരുന്നേ ഇല്ലു. അധിക ഷോപ്പ് ഇപ്പോഴും ഓപ്പൺ ആണ്. ആൾക്കാരൊക്കെ ഇപ്പോഴും സ്ട്രീറ്റിലാണ്. ഫുൾ പോലീസുകാരൊക്കെ ഇപ്പോഴും സ്ട്രീറ്റിലുണ്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് വെറുതെ. ഇതാ പോലീസുകാരൊക്കെ ബാക്കില് രാത്രിയും പിടിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നല്ല ചിക്കൻ വിങ്സും ചൗമിനും അടിക്കാനുള്ള പ്ലാനില്ല. ഇല്ലെങ്കിലും പണ്ടേ തണുപ്പത്തെ ഐസ്ക്രീം എന്നാ വേറെ തന്നെ കൂടാണ് ഗൈസ്. ഇത് വീട്ടിലു നേപ്പാൾ എത്തിയിട്ട് ഇത് ആദ്യത്തെ ദിവസമാണ്. എപ്പിസോഡ് നമ്പർ 1. അപ്പം നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നാളെ നമ്മള് ഇവിടുന്ന് അന്നപൂർണയിലേക്ക് പോകേണ്ട ഇതായിരിക്കും കാണിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.